മൂവന്തി മുത്തശ്ശി ചെപ്പു തുറന്നപ്പോ മുന്നാഴി കുങ്കുമം വീണതാണോ? മുക്കുറ്റി പൂക്കൾ വിടർന്നതാണോ? വീടിന്റെ മുറ്റത്ത് മാവേലി വന്നപ്പോൾ വില്ലടിച്ചാൻ പാട്ടുതിർന്നതാണോ? കൈരടിക്കുള്ളം തുടിച്ചതാണോ? വില്ലടിച്ചാൻ പാട്ടുതിർന്നതാണോ? കൈരടിക്കുള്ളം തുടിച്ചതാണോ? ഏവർക്കും മേരി മാതാ സ്കൂളിന്റെ 2020-21 അധ്യയന വർഷത്തിലെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ വർഷവും ഓണാഘോഷത്തിനായി സ്കൂളിൽ ഒരുമിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ഓണം ആഘോഷിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ലോകം മുഴുവൻ നേരിടുന്ന കോവിഡ് എന്ന മഹാമാരിയിൽ വിറങ്ങലിച്ചു കഴിയുമ്പോൾ, ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ വിഷമിച്ചു കഴിയുമ്പോൾ അവർക്ക് അല്പം സന്തോഷം പകരാൻ കൊറോണ ഇല്ലാത്ത പഴയ കാലത്തിലേക്ക്, ആദികൾ വ്യാധികൾ ഒന്നുമില്ലാത്ത സന്തോഷപ്രദമായ സ്മരണയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും മനസ്സിനെ ഞാൻ ക്ഷണിക്കുന്നു. എന്നാൽ നമുക്ക് തുടങ്ങാം. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ഓണത്തെ സംബന്ധിച്ച് ഒരു സന്ദേശം നമുക്ക് ആവശ്യമല്ലേ? സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രിയ പോളിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. Respected sisters, teachers, parents and my dear students, ഏവർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളാണ് ഓണക്കാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ, അത്തരം ആഘോഷങ്ങളും സന്തോഷങ്ങളും പലവിധത്തിൽ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ നാം കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിന്റെയും മനസ്സിന്റെയും സമാധാനവും സന്തോഷവുമാണ് ഇന്ന് ഏറെ പ്രധാനം. ജീവിത സാഹചര്യങ്ങളെയും പ്രവർത്തന മേഖലകളെയും ഇപ്രകാരം ഒരു ഹൃദയ സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഇടമാക്കി മാറ്റാൻ വ്യക്തിപരമായ തീരുമാനങ്ങളും ചിന്തകളും ഇടപെടലുകളുമാണ് ഇന്ന് ഏറെ ആവശ്യം. അപ്രകാരമുള്ള ദിനങ്ങളായിരിക്കട്ടെ ഈ ഓണക്കാലമെന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കേവർക്കും ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം അലതല്ലും. എന്നാൽ ഓണത്തിനൊരു ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യ കഥ എന്താണെന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ടാകും. ഈ ഐതിഹ്യ കഥ പറയുന്നതിനായി ഞാൻ ഗോപിക ടീച്ചറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വീണ്ടും ഒരു ഓണം കൂടി വരവായി. ആദ്യം നമ്മൾ ഓണത്തിന് ഓർക്കേണ്ടത് മഹാത്യാഗി എന്ന അർത്ഥമുള്ള പേരിനുടമയായ മഹാബലിയെ തന്നെയാണ്. അസുര രാജാവായിരുന്നാലും അസുര സ്വഭാവങ്ങളൊന്നും തന്നെ ഇല്ലാതെ മഹാത്യാഗി, ത്യാഗം മാത്രം ചെയ്തിരുന്ന ഈ രാജാവിന്റെ കഥ കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പണ്ട് പണ്ട് മഹാബലി എന്ന ഒരു രാക്ഷസ രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ നല്ല മനസ്സുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകൾ വളരെ സന്തുഷ്ടരായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കള്ളം, ചതി തുടങ്ങിയ ദുഷ്കാര്യങ്ങൾ ഒന്നും തന്നെ നിലനിന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ കീർത്തി ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും വരെ അറിയപ്പെട്ടു. ഇതിൽ ദേഷ്യവും അസൂയയും വന്ന ഇന്ദ്രദേവൻ മഹാബലിയുടെ ഈ പ്രയാണത്തിന് ഒരു അവസാനം വരുത്താൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് മഹാബലി വിശ്വജിത്ത് എന്ന യാഗം നടത്താൻ തീരുമാനിച്ചതായി ദേവന്മാർ അറിയുന്നത്. ഈ യാഗം നടന്നാൽ മഹാബലി സ്വർഗരാജ്യവും കീഴടക്കും എന്ന് ദേവന്മാർ ഭയന്നു. ഇത് നടക്കാതിരിക്കാൻ അവർ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ സമീപിച്ചു. ഇതിന് ഒരു പോംവഴി കണ്ടെത്താമെന്ന് ഭഗവാൻ അവർക്ക് വാക്കുകൊടുത്തു. ഇതിനായി വിഷ്ണു ഭഗവാൻ വാമനൻ എന്ന അദ്ദേഹത്തിന്റെ 5ാമത്തെ അവതാരം എടുത്തു. എന്നിട്ട് ഭൂമിയിലേക്ക് വന്നു മഹാബലിയെ സമീപിച്ചു.
തനിക്ക് ഇരുന്ന് ധ്യാനിക്കാൻ 3 അടി മണ്ണ് വേണം എന്ന് വാമനൻ മഹാബലിയോട് ആവശ്യപ്പെട്ടു. അത് തന്റെ സ്വന്തം കാലുകൾ കൊണ്ട് അളന്നെടുത്തുകൊള്ളാം എന്നും വാമനൻ മഹാബലിയോട് പറഞ്ഞു. മഹാബലി പൂർണ്ണ മനസ്സോടെ അത് സമ്മതിച്ചു. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനൻ ഒരു വലിയ രൂപമായി മാറി. എന്നിട്ട് ആദ്യത്തെ കാലടി കൊണ്ട് ആകാശം അളന്നെടുത്തു. 2ാമത്തെ കാലടി കൊണ്ട് ഭൂമിയും അളന്നെടുത്തു. 3ാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. തന്റെ പ്രിയപ്പെട്ട ദൈവമായ ഭഗവാൻ വിഷ്ണു തന്നെയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ മഹാബലി 3ാമത്തെ അടി തന്റെ ശിരസിൽ വയ്ക്കാൻ ഭഗവാനോട് അപേക്ഷിച്ചു. പക്ഷേ തന്റെ പ്രജകളെ കാണാൻ ഒരിക്കലെങ്കിലും അവസരം തരണമെന്ന് മഹാബലി ഭഗവാനോട് അപേക്ഷിച്ചു. പൊന്നിൻചിങ്ങമാസത്തിൽ ഭൂമിയിൽ വരാനും തന്റെ പ്രജകളെ കാണാനും ഭഗവാൻ മഹാബലിക്ക് അനുവാദം നൽകി. എന്നിട്ട് ഭഗവാന്റെ 3ാമത്തെ കാലടി മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി. എല്ലാവരും ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട് ഈ കഥ എന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ എല്ലാവരും ഒരിക്കൽ കൂടി അത് ആസ്വദിച്ചു. ഇനി നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ലോക്കൽ മാനേജർ, എൻ്റെ ബഹുമാന്യരായ പാരൻസ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, അനധ്യാപകരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ലൊരു പൊന്നോണം എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ മഹാമാരിയുടെ ഈ കോവിഡ് കാലത്ത് ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്ത ഇനം ഒരു ഗാനമാണ്. ഓണപ്പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എങ്കിൽ ഈ പാട്ട് ശ്രദ്ധിച്ചു കേൾക്കൂ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ട് മോടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ട് മോടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. പൊന്നെല്ലിൻ പൊന്മാലാപ്പു മുത്തം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അടുത്തതായി ഒരു നൃത്തമാണ്. നൃത്ത ചുവടുകളുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് ആരാണെന്ന് നോക്കാം. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുടുക്കുമിടയിട. പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തി
കൊടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പാട്ടുറുക്കം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുക്കുമുരുക്കുമിടയിലെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓണം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബാല്യകാലത്തേക്കാണ്. കടയൊട്ടി കർക്കിടകം മാറി ചിങ്ങം വരുമ്പോഴേക്കും പ്രകൃതിക്ക് പോലും ഉത്സാഹമാണ്. തൊടിയിൽ നിന്ന് പൂക്കൾ ശേഖരിക്കാനും മാനമുട്ടെ ഊഞ്ഞാലാടാനും ഓണപ്പാട്ടും ഓണക്കളിയും തിരുവാതിരക്കളിയും കസേരക്കളിയും അങ്ങനെ എത്രയെത്ര കളികളാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ അന്യം നിൽക്കുന്ന ഓർമ്മകൾ മാത്രമാണ്. തുമ്പപ്പൂവിന്റെ ചിരിയായി ഓണനിലാവിന്റെ തിളക്കമായി വീണ്ടും ഒരു പൊന്നോണം പോയി. എന്റെ എല്ലാ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും മേരിമാതയുടെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പണ്ട് മഹാബലി എന്ന ചക്രവർത്തി നമ്മുടെ നാട് ഭരിച്ചിരുന്നു എന്നത് നമ്മുടെ ഐതിഹ്യ കഥകൾ പറഞ്ഞു തരുന്നു. എന്നാൽ മഹാബലി ചക്രവർത്തിയുടെ കാലത്തെക്കുറിച്ച് ഒരു ഗാനമാണ് അടുത്തത്. ശ്രദ്ധിക്കൂ. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം നല്ല മഴ പെയ്യും വേണ്ടും നേരം നല്ല പോലെല്ലാ വിളവും ചേരും വേദിയർ വേദവും സംഗീതവും യാഗാദി കർമ്മം മുടങ്ങിടാതെ നല്ലവരല്ലാതെ ഇല്ല പാരിൽ ഭൂലോകമൊക്കെയുമൊന്നു പോലെ നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും ആമോദത്തോടെ വസിക്കും കാലം മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. നന്ദി. ഓണപ്പാട്ട്, ഓണസദ്യ, ഓണത്തല്ല് ഇവയെല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? ഇവ എല്ലാത്തിനും ഓണം എന്നൊരു വാക്കുണ്ട്. എന്നാൽ ഓണം എന്ന വാക്കില്ലാത്ത, എന്നാൽ അത് വളരെ നിറപ്പകിട്ടായിരുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നല്ലേ? പൂക്കളം. പൂക്കളമില്ലാത്ത എന്തോണം അല്ലേ? ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ പൂക്കളമിടുന്ന തിരക്കിലാണ്. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി
പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി ഏവർക്കും നമസ്കാരം. ഞാൻ ശ്രീഷ്മ, മേരി മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 3rd സീഡ് ക്ലാസ് ടീച്ചർ. പൂക്കളമിട്ടും പൂത്തുമ്പിയെ പിടിച്ചും ഓണക്കളികൾ കളിച്ചും കൂട്ടം കൂടി നിന്ന് ഓണപ്പാട്ടുകൾ പാടിയുമാണ് നാം ഓണം ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഇന്നത് സാധ്യമല്ല. എല്ലാവരും വീടിനുള്ളിൽ മാത്രം നിന്ന് ഓണം ആഘോഷിക്കുകയാണ്. നമ്മുടെ കുട്ടികളും ഈ സാഹചര്യത്തിൽ ഓണം ആഘോഷിക്കുകയാണ്. ഈ ഓണക്കാലത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏവർക്കും എൻ്റെയും മേരി മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെയും പേരിലുള്ള പൊന്നോണാശംസകൾ നേരുന്നു.
സുഖമല്ലേ കൂട്ടുകാരെ? ശ്രദ്ധിച്ചു കേൾക്കൂ. നമസ്തേ. വഞ്ചിപ്പാട്ട്. ശ്യാനന്ദൂരപുരമിതം തൈതൈതക തൈതൈതോ കേരളസ്യ രാജധാനി തിത്തിത്താര തൈതൈ അത്ര ക്ഷീരം ബുദ്ധിശായി ദേവോ രാജതേ പ്രജാക്ഷേമഹിതകരി തൈതൈതക തൈതൈതോ പത്മതീർത്ഥ തീരവാസി തിത്തിത്താര തൈതൈ പത്മനാഭ സ്വാമി പരിപാലയതു മാം. ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോം ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോം പ്രപഞ്ചസ്യ സമസ്തസ്യ തൈതൈതക തൈതൈതോ ശാന്തിപ്രദായക ദേവ തിത്തിത്താര തൈതൈ പ്രകർഷേണ മനസേഷു ലസതു സദാ ഭക്തജന സഹസ്രാണാം തൈതൈതക തൈതൈതോ ദുഃഖ നിവാരണം കൃത്വാ തിത്തിത്താര തൈതൈ പത്മനാഭ സ്വാമി പരിപാലയതു മാം. ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോം ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ ദിത്തൈ തക തൈതൈതോ വില്വമംഗലേന കൃത തൈതൈതക തൈതൈതോ മന്ദിരസ്യ കീർത്തിയയ്യാം തിത്തിത്താര തൈതൈ തൃഷു ഭുവനേഷു ചിരം പരിലസതു നരദഗ മണിവർണ തൈതൈതക തൈതൈതോ കമലലോചനനാഥ തിത്തിത്താര തൈതൈ പത്മനാഭ സ്വാമി പരിപാലയതു മാം. ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോം ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോ ശ്യാനന്ദൂരപുരമിതം കേരളസ്യ രാജധാനി പത്മനാഭ സ്വാമി പരിപാലയതു മാം. ഓ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോം ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോ ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോം ദിത്തിത്താര ദിത്തിത്തൈ ദിത്തൈ തക തൈതൈതോം. നാലില്ല മുറ്റത്ത് നാണിച്ചിരിക്കുന്ന നാലിതൾ പൂവിന്റെ പേരെന്ത്? നാലില്ല മുറ്റത്ത് നാണിച്ചിരിക്കുന്ന നാലിതൾ പൂവിന്റെ പേരെന്ത്? മഞ്ഞളരച്ചിട്ട് മുങ്ങിക്കുളിച്ചൊരു ചേരുള്ള പൂവിന്റെ പേരെന്ത്? മഞ്ഞളരച്ചിട്ട് മുങ്ങിക്കുളിച്ചൊരു ചേരുള്ള പൂവിന്റെ പേരെന്ത്? നാട്ടുപെൺ പൂവിന്റെ പേരെന്ത്? നാലില്ല മുറ്റത്ത് നാണിച്ചിരിക്കുന്ന നാലിതൾ പൂവിന്റെ പേരെന്ത്? നാലില്ല മുറ്റത്ത് നാണിച്ചിരിക്കുന്ന നാലിതൾ പൂവിന്റെ പേരെന്ത്? ഞാനിന്നിവിടെ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഓണത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ നിങ്ങളുമായി പങ്കിടുവാനാണ്. മലയാളിയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നറുമണവും നിറയ്ക്കുന്ന തിരുവോണ നാൾ വന്നത് അത്തം ഒന്നിന് തുടങ്ങിയ ഒരുക്കങ്ങളും കാത്തിരിപ്പും സഫലമാവുന്ന സുദിനം. തിരുവോണ ദിനത്തിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വന്നെത്തും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രജകളെല്ലാം മാവേലിയെ വരവേൽക്കാൻ മനോഹരമായ പൂക്കളമൊരുക്കി സത്യവ്രതങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കണം. ഓരോ മലയാളിക്കും ഓണനാളുകൾ, പ്രത്യേകിച്ചും തിരുവോണ ദിനം
കാത്തിരിപ്പുകളുടെ സാഫല്യത്തിന്റെ ദിനമാണ്. ഏറെ നാളായി ദൂരദേശങ്ങളിൽ വസിക്കുന്ന ബന്ധുമിത്രാദികൾ നാട്ടിലേക്ക് ഓടിയെത്തി പഴയ ഓർമ്മകളും സ്നേഹബന്ധങ്ങളും പുതുക്കുന്ന സുന്ദരദിനം. പല ദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ വേർപാടിന്റെയും ഒറ്റപ്പെടലിന്റെയും വേദന പേരിൽ ജീവിക്കുന്ന അച്ഛനമ്മമാരെ സന്ദർശിച്ച് അവർക്കൊപ്പം പൂക്കളത്തിലും സദ്യയെടുത്തും അടുത്ത ഓണനാളുകൾ വരുന്നത് വരെ ഓർത്തുവെക്കാനുള്ള നനുത്ത ദിനങ്ങൾ കേൾക്കുന്ന ദിനങ്ങളാണ് ഓണക്കാലം. ഓണം എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ മറുനാട്ടിൽ ഓണം ആഘോഷിക്കേണ്ടി വരുമ്പോൾ മലയാളിത്തത്തോടെ ആഘോഷിക്കാൻ ഓരോ മലയാളിയും കുറ്റസ്ഥരാണ്. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ നിലനൊഴുകുന്ന ഓണാശംസകൾ തിരക്കിന്റെ ഈ ആധുനിക കാലങ്ങളിൽ മനുഷ്യ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ പര്യാപ്തമാകും എന്ന് പ്രത്യാശിക്കാം. നാം കുറച്ചു കാലങ്ങളായി ഓണം നന്നായി ആഘോഷിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പ്രധാന കാരണം പ്രകൃതി ദുരന്തങ്ങൾ തന്നെയാണ്. ഈ വർഷമാകട്ടെ കൊറോണ എന്ന വലിയ മഹാമാരി നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല ഭൂമി ഒട്ടാകെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും നാം ഓണം നന്നായി തന്നെ ആഘോഷിക്കും. നമ്മുടെ മനസ്സിൽ ഒരുമയോടെ നമ്മുടെ ഇത്തവണത്തെ ഓണം നന്നായി ആഘോഷിക്കും.